കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഇന്നത്തെ കളഭാലങ്കാരം എങ്ങനെയാണെന്ന് വെച്ചാല് കുഞ്ഞി കാൽമേലത് ആ പൊന്തളകൾ ഒരു കുഞ്ഞികൃഷ്ണനെയാണ് ചാർത്തിയിരിക്കണത് കേട്ടോ. ആ കുഞ്ഞി കാൽമേലത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കയറോണ്ടൊരു കെട്ടുണ്ട്. ഇന്ന് ദാമോദരനായിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്തുണ്ട്. ചെറിയൊരു കുഞ്ഞികൃഷ്ണൻ കുഞ്ഞൊരു ഒരലൊക്കെ ആയിട്ട് അങ്ങനെ ആ ഉരലിൻ്റെ മുകളിലേക്ക് ആ കയറിൻ്റെ തലപ്പ് കെട്ടിയിട്ടുണ്ട്. അരയിലൊരു കയറിൻ്റെ തലപ്പ്, ഒരു ഇടത്ത് ഭാഗത്ത് ഒരു ഉരലും ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു കെട്ടും. അങ്ങനെ ദാമോദരനായിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. ഈ ഉരലുമേ കയറ് കെട്ടിയെടുത്ത് ഒരു ഓടക്കോളിലും തിരികെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കണത്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, ഒരു പതക്കം കഴുത്തിനോട് ചേർന്ന് വളയം പോലൊരു മാല ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ഒരു മിടുമിടുക്കൻ ചെറിയൊരു കുഞ്ഞികൃഷ്ണൻ ചെറിയൊരു ഉരലും വലിച്ചിട്ട് ഉരലിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിങ്ങനെ നിൽക്കുകയാണ്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ നല്ല വലിപ്പത്തിൽ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ കൊള്ളാത്തതിനകത്തിലും വലിപ്പമുള്ള ഒരു വെണ്ണോർല കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു വെണ്ണോർല അതും കയ്യിൽ പിടിച്ച ആനത്തലയോളം വെണ്ണ വേണമെന്ന് പറഞ്ഞപ്പോൾ അത്രയും വലിയൊരു വെണ്ണ യശോദമ്മ കൊടുത്തത് തോന്നും. അങ്ങനെ തോന്നും കണ്ടാൽ ആ വെണ്ണ പിടിച്ചിട്ട് കണ്ടാലേ. ചെറിയൊരു കുഞ്ഞേഷം വലിയൊരു ഉള്ള വെണ്ണയും പിടിച്ചിട്ട് നിൽക്കുക. ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അരയിൽ ഓടക്കോല് തിരികെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, നല്ല സന്തോഷമായിട്ട് തന്നെയാണ് നിൽക്കണത്. നല്ല മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി കണ്ണനെ കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട്. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിലതാ വെളുത്ത അന്താർവട്ട പൂ മാത്രമായിട്ട് ഒരു തിരുമുടി മാല, ഒരു തിരുമുടി മാല. അതുപോലെ ഒരു ഉണ്ടമാല കഴുത്തിനും ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ചില തെച്ചിപ്പൂക്കൾ ധാരാളം, ഇടയിൽ കുറേശ്ശെ തുളസിയുടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു വനമാല അത് ചാർത്തി. നല്ല കൗതുക കാണാൻ. അതിൻ്റെ നടുവിലായി ചെറിയ ഉണ്ണിക്കണ്ണൻ ഒരലുമ്പിൽ കെട്ടി ദാമോദരനായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഈ വെളുത്ത തിരുമുടിമാല ഉണ്ടല്ലോ, അന്ത്യവട്ടം കൊണ്ടുള്ള തിരുമുടിമാല, അതിൻ്റെ മുകളിൽ വിധാനമായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് ഒരു 3 ഉണ്ടമാലകൾ കട്ടിയിട്ട്, അതിൻ്റെ അപ്പുറത്തും പുറത്തും താമരയും തുളസി അടകലർന്നുള്ള 2-3 അങ്ങനെ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാണ്. ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലയുടെയൊക്കെ നടുവിലായിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഒരലുമ്പിൽ കെട്ടി ദാമോദരനായിട്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുക കണ്ടാൽ തന്നെ നല്ല രസവും. അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. കയ്യും മടക്കിയിട്ടതിനുള്ളിൽ എന്തെന്നാരോമൽ ചോദിച്ചു യശോദയോടായി. സർവേശ്വരൻ തൻ കരതാരിലുള്ള എന്തൊക്കെയെന്നെങ്ങനെ അമ്മ ചൊല്ലും. ബ്രഹ്മാണ്ട ഭണ്ഡാരം അതിങ്കൽ വെക്കാൻ വിശ്വാസമില്ലാത്തൊരു നീലരത്നം യശോദ തൻ ദുർബലമായി കയ്യിലേൽപ്പിച്ച ദൈവത്തിനു കൂപ്പിടുന്നേൻ. അപ്പം തരാം, വെണ്ണ തരാം, കുറുക്കി പഞ്ചാര ചേർത്തിയിടിന പാൽ തരാം ഞാൻ. ഇങ്ങോടി വന്നൻ മടിയിൽ കരേറൂ കാർവർണ നിൻ പൂടലൊന്ന് പുൽകാൻ. കണ്ണാ അനുഗ്രഹിക്കണേ കണ്ണാ. അങ്ങനെ ഒരു പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് ദാമോദരനായിട്ടാണ് കയ്യിൽ വലിയൊരു വെണ്ണോർലയും പിടിച്ചിട്ട് ഇടപിടുക്കനായിട്ടൊരു ഉണ്ണി. കണ്ണൻ ഞങ്ങളുടെ മടിയിൽ വന്നിരിക്കുമോ കണ്ണാ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം ഉണ്ടല്ലോ, കുഞ്ഞി തൃപ്പാദം, കുഞ്ഞികൃഷ്ണനായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ആ കുഞ്ഞികൃഷ്ണൻ്റെ കുഞ്ഞി തൃപ്പാദത്തിൽ വീണങ്ങൾ നമസ്കരിക്കുക. ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ചിട്ട് ആ തിരുമുഖത്തേക്ക് നോക്കുക. എന്താ അനന്തം എന്നാ വിചാരിച്ച് വലിയൊരു വെണ്ണോറിലൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാവും ഉണ്ണിക്കണ്ണൻ. ഒരലുമ്പിൽ കിട്ടിയതൊന്നും ഒരു വിഷയമല്ല. അതങ്ങനെയാണ്. ദാമോദരനായിരുന്ന ഒരു സങ്കടമില്ല. ആ വെണ്ണോറില കിട്ടിയ സന്തോഷത്തിൽ പൊട്ടി പൊട്ടി ചിരിക്കണ ഒരു ഉണ്ണിക്കണ്ണൻ ആ ശ്രീലകത്ത്. എന്താ നല്ല പുഞ്ചിരി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷമാവും. കണ്ണൻ്റെ പുഞ്ചിരി അത്ര കണ്ടാണ്, എത്ര രസമാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കുഞ്ഞിക്കാലുകൾ തൃപ്പാദങ്ങൾ രണ്ടും മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. ആ കള്ളകൃഷ്ണൻ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കുക. ജപിക്കല്ലേ നാമം. കണ്ണൻ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.